ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാനൊരു കേക്ക് ബേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ബ്രെഡും അതൊക്കെ കാണിച്ചത് കാരണമാണ്. ബ്രെഡും അതുപോലെ ആ ഒരു കാസറോളിൽ കുറച്ച് ചപ്പാത്തി തലേദിവസം ചിക്കൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കൂടിയിട്ടാണ് ഇന്നത്തെ രാവിലത്തെ കാര്യങ്ങൾ. പിന്നെ മക്കൾ കൊണ്ടുപോകാനുള്ള ചോറും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ആക്കിയിട്ടോ. ചോറും കറിയും അതൊക്കെ രാവിലെ തന്നെ നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ ഈ കേക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തു. ശരിക്കും ചൂട് ചെറുതായിട്ട് ഉണ്ട് കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് വന്നൊരു ഓർഡർ ആയിരുന്നു, ഉച്ചക്ക് ശേഷം കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്രമക്കൂട്ട് കഴിച്ചും ഒന്ന് സെറ്റാവണ്ടേ, അപ്പോൾ ഐസിങ് കഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി ചൂട് മാറിയിട്ടാണെങ്കിൽ ഇത് മേലത്തെ ഭാഗമൊക്കെ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ. അത് അല്ലെങ്കിൽ ചെറിയൊരു ചൂടുണ്ടെങ്കിൽ കേക്ക് ഇങ്ങനെ പൊടിഞ്ഞ് പോരും. നന്നായി ചൂടാറിയിട്ട് കട്ട് ചെയ്യണം നല്ലത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ വീഡിയോയിൽ കുറേ പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്, കുറേ പുതിയ സബ്സ്ക്രൈബറും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ കുറേ പുതിയ എന്താ പറയുക സംശയങ്ങളും കമൻറ്റും കാര്യങ്ങളൊക്കെ കുറേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചിലർ പറഞ്ഞത് കേക്ക് ഹൈറ്റ് വരുന്നില്ല എന്നൊക്കെ കേട്ടോ. ഹൈറ്റ് വരാൻ നമ്മൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്യാത്ത കാരണമാവും ഹൈറ്റ് വരാത്തത് കേട്ടോ. പിന്നെ ബേക്കിംഗ് പൗഡറും അതുപോലെ മൈദയും ഒക്കെ ഒരേ അളവിൽ കറക്റ്റ് അളവിൽ എടുക്കുക. മുട്ട നന്നായിട്ട് ബീറ്റാവണം കേട്ടോ. മുട്ട നന്നായിട്ട് ബീറ്റായില്ലെങ്കിൽ ചിലപ്പോൾ കേക്ക് ഹൈറ്റ് വരില്ല. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ കമൻറ്റിൽ കൂടെ തന്നെ റിപ്ലൈ ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും കുറേ എഴുതാൻ ടൈപ്പ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ല. അപ്പോൾ അത് കാരണം ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അതുപോലെ ഗണാശ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ അങ്ങനെ സംശയമായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നൊരു കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, സ്പീഡിൽ പെട്ടെന്ന് പറയണമെന്നില്ല. ഞാൻ ജോലി സ്പീഡിൽ ചെയ്യെങ്കിലും സംസാരം ചിലപ്പോൾ ഇത്തിരി പതുക്കേറെ കേട്ടോ. അപ്പോൾ പരമാവധി വേഗം പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാണ് ഞാൻ ചെറിയ വീഡിയോ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറേ കേക്കിൻ്റെ ഡെക്കറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി അടുത്ത വീഡിയോയിലോട്ട് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൽ നമ്മൾ എന്തെങ്കിലും ചെറിയ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ക്രഷായിട്ടും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടാവില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ ചേർക്കലുണ്ട്. ഇപ്പോൾ ഇന്ന് ഞാൻ ചോക്കോ ചിപ്സും അതുപോലെ മിൽക്ക് മെയ്ഡ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തിട്ടുള്ളത് 7.5 എന്നുള്ള ആ ഒരു ടിന്നിലാട്ടോ. 8 ഇഞ്ചല്ല, അതിനാട്ടും കുറച്ച് ചെറിയൊരു ടിന്ന്. അപ്പോൾ നല്ല ഹൈറ്റിൽ നമുക്ക് കേക്ക് ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ കേക്ക് ഇത്തിരി ഹൈറ്റ് വേണം കേട്ടോ. കുറച്ച് സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയത്. നമുക്കൊരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ ഞാനത് ഉച്ചയ്ക്ക് തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാനത് ആക്കി വെച്ചതിന് ശേഷം ഫോട്ടോ പ്രിൻ്റൊക്കെ എടുത്ത് റെഡിയാക്കി കൊടുന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ ഫോണിൽ അത് ഡിസൈൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് അവർക്ക് അയച്ചു കൊടുക്കുക. എന്നിട്ട് അത് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ അധികം പൈസ ആവില്ല കേട്ടോ. അല്ലെങ്കിൽ അവരെന്നെ സെലക്ട് ചെയ്തിട്ട് അവരുടെ കമ്പ്യൂട്ടറിലൊക്കെ എടുത്ത് തരികയാണെങ്കിൽ അവരതിനും കൂടി ചാർജ് എക്സ്ട്രാ മേടിക്കും കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നമുക്ക് ചെയ്യാവുന്നേ. ഇപ്പോൾ മക്കൾക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടാവും. കുട്ടികളെ കൊടുത്തിട്ട് അവരോട് നമുക്ക് ഏത് ചിത്രം വേണ്ടി വെച്ചാൽ അത് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ എന്ത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ഈ ഫോണിൽ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ആ ഒരു മോഡലും അതുപോലെ നമ്മുടെ ഈ കാർഡും അതുപോലെ ലോഗോ ഒക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റിക്കറൊക്കെ, അതൊക്കെ നമുക്ക് ഫോണിലാക്കി എടുത്തിട്ട് അതങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി. അതല്ലെങ്കിൽ ഈ പ്രിൻ്റ് എടുക്കുന്നവർ എന്നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ചാർജ് പറയും കേട്ടോ. ഒരു പ്രാവശ്യം ഞാനിതുപോലെ നമുക്ക് ലോഗോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് അപ്പോൾ അറിയണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഇക്കടെ ഫ്രണ്ട് അറിയുന്ന ഒരാളാട്ടോ. അപ്പോൾ അവർ പറഞ്ഞു അത്ര നിങ്ങൾക്ക് സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ ഞാൻ ആക്കിത്തരാം എന്ന് പറഞ്ഞിട്ട് അവർ സ്റ്റിക്കറൊക്കെ വേറെ കളറിൽ നമ്മുടെ സ്റ്റിക്കറിൻ്റെ പോലെ പേരൊക്കെ എഴുതിയിട്ട് വേറെ കളറിലൊക്കെ അയച്ചു തന്നു കേട്ടോ. അപ്പോൾ അതിന് അവർ ആ ഒരു ആക്കിയതിന് റേറ്റ് പറയണത് പ്രിൻറ്റിന് വേറെ റേറ്റ് വേണം, ആക്കിയുള്ള റേറ്റ് 500 രൂപ വേണം എന്ന് പറഞ്ഞു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 30 രൂപ 40 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പർ നിറച്ചും പ്രിൻ്റ് എടുക്കാൻ പറ്റും സ്റ്റിക്കറൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ ഈ ഫോട്ടോ 50 രൂപയുടെയും 80-ൻ്റെയും 100-ൻ്റെ ഒക്കെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യുകയാണെങ്കിലാണ് പൈസ കുറവിൽ ചെയ്യാൻ പറ്റുക. അവരെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കരുത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ആദ്യം നമുക്ക് അറിയാണ്ട് നമ്മൾ അവരോട് പറയും ഇന്ന മോഡൽ ചെയ്താൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ എടുത്തു തരും. പക്ഷേ അതിനുള്ള ചാർജ് കൂടുതലാവുമെന്ന് മാത്രം.
കുറേ പേർക്ക് അറിയുണ്ടാവും കേട്ടോ, എന്നാലും ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല ഒന്നും. നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് അങ്ങനെ ഇങ്ങനത്തെ ഷോപ്പിൽ പോയിട്ട് ഇതുപോലത്തെ ഇത് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരും, പക്ഷേ അവർ പറയണ പൈസ കൊണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഈ കേക്ക് ഞാൻ അതിൻ്റെ ഇടയിൽ ഇത് ഐസിങ് കഴിച്ചു. കുറച്ച് നേരം ഒന്ന് ക്രം കോട്ട് കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചു കിട്ടുന്നത്. പിന്നെ ഐസിങ് വെച്ചു. പിന്നെ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ, മക്കളൊക്കെ സ്കൂളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കുന്നതിൻ്റെ കാര്യം കൊണ്ട് അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇതിൽ ചെറുതായിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായിരുന്ന തന്നെയാണ്, കേക്ക് തന്നെയാണ്, അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഡാർക്കാണെങ്കിൽ ഒരു 1/2 കപ്പ് ചോക്ലേറ്റിനാണെങ്കിൽ 1/4 കപ്പ് ക്രീം, പിന്നെ ഇത്തിരി ബട്ടർ വേണമെങ്കിൽ ചേർക്കാം. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഉണ്ടെങ്കിൽ ഇത്തിരി ബട്ടർ ചേർക്കാം കേട്ടോ. അൺസാൾട്ട് ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഗ്ലേസിങ്ങും പെട്ടെന്ന് സെറ്റ് ആവുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ വൈറ്റ് ആണെങ്കിൽ ക്രീം കുറച്ച് കുറവ് ചേർത്താൽ മതി. വൈറ്റ് പെട്ടെന്ന് ലൂസാവും ചെയ്യും, നമുക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രിപ്പ് ചെയ്ത് ആയത്തേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നല്ല ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് സെറ്റാവും, ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് പിന്നെ പരിചയമാവും ഇതിൻ്റെ ആ ഒരു ഇത്, നമുക്ക് ആ ഒരു കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നല്ലോണം ലൂസാവാണ്ടും പിന്നെ ഒരുപാട് ടൈറ്റ് ആവാണ്ടുള്ള ഒരു കണക്കിലെടുത്താൽ മതിയിട്ട്. അപ്പോൾ കറക്റ്റായിട്ട് ട്രിപ്പ് ചെയ്യണ പോലെ ആവും. അതിങ്ങനെ ഇപ്പം ഞാൻ അളവെന്ന് പറഞ്ഞാൽ ഞാൻ അളവിലൊന്നും അല്ല എടുക്കൽ കേട്ടോ. അപ്പോൾ ഒരുവിധം പരിചയമുള്ളവരൊന്നും അളവ് നോക്കിയിട്ടൊന്നും ആവില്ല എടുക്കുന്നുണ്ടാവുക. കുറച്ച് ചോക്ലേറ്റും കുറച്ച് ക്രീമും കൂടി മെൽറ്റാക്കും, അത്ര തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ പഠിച്ച സമയത്ത് മാത്രമാണ് അളവൊക്കെ കണക്കാക്കി എടുക്കുന്നുണ്ടാവുക. പിന്നൊക്കെ നമുക്കിതിങ്ങനെ മനസ്സിലാവുമല്ലോ, അതിങ്ങനെ ഇത്ര ഒരളവിലാണ് ഇത് ശരിയാവുകയെന്ന്. അപ്പോൾ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അളവെന്ന് പഠിച്ചിട്ടുള്ളത് ഈ ഒരളവാണ് കേട്ടോ. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 1 കപ്പ് ചോക്ലേറ്റ് ആണെങ്കിൽ 1/2 കപ്പ് ക്രീം. അപ്പോൾ അതിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ആക്കി വെക്കണമെങ്കിൽ ചിലപ്പോൾ കട്ടിയാവാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഒന്നും കൂടി ചെറുതായിട്ട് ചൂടാക്കേണ്ടി വരും, അല്ലെങ്കിൽ നല്ലോണം കട്ടിയാണെങ്കിൽ ഇത്തിരി ക്രീം ചേർക്കേണ്ടി വരും. അങ്ങനെയൊക്കെ അളവ് ശരിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കേക്കിൽ അടിയിലൊരു റിബൺ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോ ആണ് കേട്ടോ, ഫോട്ടോ പ്രിൻ്റ് ഞാൻ എടുത്തു കൊടുന്നു. അത് കട്ടി നോക്കുമ്പോൾ വലിയ ഫോട്ടോ ആയിരുന്നു കേട്ടോ, കുറച്ച് വലുതായി. അതിൻ്റെ ആ ഒരു അടിയത്തെ കാല് വെക്കുമ്പോൾ നല്ല ഹൈറ്റ് വരും, ആ കൈ താഴത്തേക്ക് വരില്ല കേട്ടോ, കൈയും കൂടി മേലേക്ക് വരും. അപ്പോൾ ഞാനത് കാല് വെട്ടിയിട്ട്, കാരണം ഇതിനൊരു ബലൂൺ പിടിച്ച് നിൽക്കണ പോലത്തെ ഒരു പിക്ചറാണേ. അപ്പോൾ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഫോണ്ടനിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഫോട്ടോ പ്രിൻ്റ് എടുക്കേണ്ട അത്ര പണിയുള്ളൂ. പിന്നെ ഇതിന് മുകളിൽ ആ ഒരു നൂല് പോലെ നമ്മൾ ഗണേശ് ഉണ്ടാവില്ല പേര് എഴുതണത്, അതുകൊണ്ട് വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ കുറച്ച് ഫോക്സ് ബോളും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പമുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് അടിയിലത്തെ ഭാഗം കട്ട് ചെയ്ത് വിട്ടാൽ, കാരണം അത് ഇത്തിരി ഫോട്ടോ ഇത്തിരി വലുതായി. ഇതിനായിട്ടും കുറച്ച് നമുക്ക് ശരിക്കും അളവ് ശരിക്കും പെട്ടെന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ എങ്ങനെ വരികയെന്ന്. അപ്പോൾ അതാണ് പ്രശ്നം കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി വലിയ ഫോട്ടോ ആയി തോന്നുന്നുണ്ട്. അപ്പോൾ അത് കാരണം അടിയിൽ കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ നമുക്ക് ഞാനൊരു കഴിഞ്ഞ പറഞ്ഞില്ലേ ചോക്ലേറ്റ് ഗണേശ് ഉണ്ടാക്കണ ആ ഒരു ഒഴിക്കണത്, അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ അപ്പോൾ വോയിസ് ഓവർ കിടക്കുന്ന സമയത്ത് നടന്നിട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. അതെല്ലാം കൂടി എഡിറ്റ് ചെയ്യാനും ഒന്നും എനിക്ക് ടൈം കിട്ടില്ല. പിന്നെ 2 ദിവസം സ്കൂളിലല്ലോ, ശനി ഞായറൊന്നും. അപ്പോൾ ആ ഒരു തിരക്കുണ്ട് വീട്ടിൽ കേട്ടോ. സ്കൂളിലെങ്കിൽ പിന്നെ എനിക്ക് രാത്രി വരെ നല്ല തിരക്കും പണിയുണ്ടാവും കേട്ടോ. ഇവർക്ക് സ്കൂളുണ്ടെങ്കിൽ പിന്നെ അവർ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആവും, കുറച്ച് ഒഴിവായിട്ടിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നല്ല പണി ഉണ്ടാവും വീട്ടിൽ. ചെറിയ മക്കളൊക്കെ എപ്പോഴും ഓരോന്ന് വാശി പിടിച്ചിട്ടും, പിന്നെ വാശി എന്ന് പറഞ്ഞാൽ ഫോണിനുള്ള വാശിയും, പിന്നെ രണ്ടാളും വഴക്ക് അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. മൂത്തൊരു വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ കേക്കിലാണ് നമ്മൾ കേട്ടോ ഗണേശ് ഒഴിക്കണത്. അപ്പോൾ ഞാനതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഒന്ന് തണുപ്പിക്കുക കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേക്ക്. പിന്നെ ഡാർക്ക് ആകുമ്പോൾ അത്ര വലിയ പ്രശ്നമില്ല, അപ്പോൾ തന്നെ ഒഴിച്ചാലും കുഴപ്പമൊന്നും വരില്ല. വൈറ്റ് ആകുമ്പോഴാണ് ഇത്തിരി ലൂസാവുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഈ ഒരു ലൂസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവുമല്ലോ. ഒരു നല്ല തിക്കാവാനും പാടില്ല, ഒരുപാട് ഇങ്ങനെ പെട്ടെന്ന് ഒലിച്ചു പോകാനും പാടില്ല. ആ ഒരു ഇതിലെടുത്താൽ മതി. അപ്പോൾ കേക്ക് നന്നായി തണുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളിത് ഒഴിച്ച് ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റാവും കേട്ടോ. എന്നിട്ട് പിന്നെ എങ്ങനെ ട്രിപ്പ് ചെയ്യണ പോലെ വേണമെങ്കിലൊക്കെ അങ്ങനെ ആക്കാട്ടെ, നമ്മൾ കുറേശ്ശെ എടുത്തിട്ടേ. അപ്പം നമ്മളിപ്പോൾ എളുപ്പത്തിന് ഇപ്പോൾ എല്ലാതും കൂടിയിട്ട് ഇതുപോലെ തന്നെ ആക്കണത്. അപ്പോൾ അങ്ങനെയാണ് ഗണേശിൻ്റെ 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് ഗണേശിൻ്റെ റേഷ്യോ പറയാൻ.
അപ്പം ഞാൻ അതിൽ കൂടെ അങ്ങനെ എനിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അവർക്ക് മനസ്സിലായില്ലേ എന്ന് എനിക്കറിയില്ല. പിന്നെ ഓരോ കമൻറ്റിൻ്റെ അടിയിൽ പിന്നെ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരില്ല. അത് എൻ്റെ ഫോണിലേക്ക് കാണില്ല. നമ്മൾ എടുത്ത് നോക്കണം കേട്ടോ, യൂട്യൂബിൽ പോയി എടുത്ത് നോക്കണം. അപ്പോൾ അങ്ങനെ കമൻറ്റ് ചെയ്തവർ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. നേരിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം മാത്രമേ എനിക്ക് കാണുള്ളൂ. മറ്റേത് നമ്മൾ അത് സെപ്പറേറ്റ് പോയിട്ട് എടുത്ത് നോക്കേണ്ടി വരും, ഇതിലേക്ക് വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കേക്കിൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇട്ടത്. ഒരുപാട് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻഷാ അള്ളാ അടുത്ത ഇതിൽ ഞാൻ കുറച്ച് കേക്കുകളുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ പുതിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, താങ്ക് യു.